ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല, കുറച്ച് തിരക്കായി പോയി. ആ തിരക്കുകളുടെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. എന്താണെങ്കിലും നമ്മൾ ഇന്നൊരു പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ സായിയുമായിട്ട്. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് പെട്രോളൊക്കെ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ അവധിയാണ്, നാഷണൽ ഡേയുടെ. അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങണ്ടേ? നമ്മുടെ കൂടെ ദീപു ചേട്ടനും ദീപാജിയും അവൻ്റെ അമ്മൂച്ചേച്ചിയും ഉണ്ട് കേട്ടോ. ദീപാജി എന്ന് പറയുന്നത് അജേഷിൻ്റെ അമ്മാവൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഐഡിയാസ് ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം അവധി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷമാവുമല്ലോ, റൂമിൽ തന്നെ ഇരിക്കുക, സ്കൂളിൽ റൂം അതൊക്കെ തന്നെ ആകുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞങ്ങളാണെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ പാരീസ് കഫേയിൽ. അവിടെ കയറി എല്ലാവരും സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ പപ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പപ്സ് ശരിക്കും പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്നറിയാമോ. പിന്നെ സായക്കൂട്ടിൻ്റെ കട്ട്ലേറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവൻ ഇതിൻ്റെ കട്ടിലാണോ എന്നൊക്കെയാണ് ചോദിച്ചത്, കട്ട്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ. എന്നാൽ പിന്നെ നമ്മൾ പപ്സ് സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പപ്സിൻ്റെ അതേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഞാനിവിടെ വന്നതിന് ശേഷം ഈ ഒരു പപ്സ് കഴിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്. സാധാരണ ഇവിടെ കഴിക്കുന്ന പപ്സുകൾക്കൊന്നും നമ്മുടെ ആ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടിയതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ദീപാജി ട്രൈ ചെയ്തത് മീറ്റ് റോളാണ് കേട്ടോ. ഞാൻ സായിക്കൂട്ടൻ്റെ കട്ട്ലേറ്റും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ദീപാജി ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്നും പറഞ്ഞ് ചേച്ചി വീഡിയോ എടുത്തോന്നാണ് കേട്ടോ എന്നോട് പറയുന്നത്. അവൾക്കും ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, ഗീതൂസ് ഫുഡി വേൾഡ്. അവൾ ഇതൊക്കെ ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് പറയും കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടാണ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആരാധക്കുട്ടിനെ ക്രിസ്മസ് ട്രീ ഒന്ന് കാണാക്കാമെന്ന് വിചാരിച്ചു. അവിടേക്ക് പോയി കേട്ടോ. അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ അവർ മേടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിന്നതാണ്. പിന്നെ അവിടെ നിന്നും കുറേ നേരം വർത്താനം പറയലായി. സായക്കുട്ടനാണ് പുറത്തിറങ്ങി നിന്ന് കളിക്കലുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ ബൈ.